പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ പരാമർശങ്ങളിൽ സുപ്രീംകോടതിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയോട് വിശദീകരണം തേടി. റഫാൽ കേസിൽ സുപ്രീംകോടതി വിധി വളച്ചൊടിച്ച് രാഹുൽ പ്രധാനമന്ത്രിക്കെതിരെ ആയുധമാക്കിയെന്നാരോപിച്ച് ബിജെപിയാണ് സുപ്രീംകോടതിയെ സമീപിച്ചത്. പ്രധാനമന്ത്രിക്കെതിരെ തങ്ങൾ പരാമർശമൊന്നും നടത്തിയിട്ടില്ല എന്നും ഏത് സാഹചര്യത്തിലാണ് പ്രസംഗമെന്നും രാഹുൽ വിശദീകരിക്കണമെന്നും ചീഫ് ജസ്റ്റിസ് ആവശ്യപ്പെട്ടു. കാവൽക്കാരൻ കള്ളനാണെന്ന് കോടതിയിൽ തെളിഞ്ഞുവെന്നായിരുന്നു രാഹുലിന്റെ വിവാദ പരാമർശം. വിവരങ്ങളുമായി KP അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, എന്താണ് കോടതി ഇക്കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത്? സനീഷ്, രാഹുൽ ഗാന്ധിക്കെതിരായ കോടതിയലക്ഷ്യ ഹർജിയിലാണ് വ്യക്തമായ വിശദീകരണം നൽകുവാൻ ഇപ്പോൾ കോടതി ആവശ്യപ്പെട്ടിട്ടുള്ളത്. നമുക്കറിയാം, നേരത്തെ റഫാൽ കേസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ക്ലീൻ ചീറ്റ് നൽകിയ വിധിക്കെതിരെ പുനഃപരിശോധനാ ഹർജി നൽകിയിരുന്നു. ഈ പുനഃപരിശോധനാ ഹർജിയോടൊപ്പം 3 പ്രധാനപ്പെട്ട രേഖകൾ കൂടി പരിശോധിക്കാമെന്ന് കോടതി കഴിഞ്ഞ ബുധനാഴ്ച തീരുമാനിക്കുകയും ചെയ്തിരുന്നു. ആ കോടതിയുടെ തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു രാഹുൽ ഗാന്ധി വിവാദമായ പ്രസ്താവന നടത്തിയത്. പ്രധാനമന്ത്രി കാവൽക്കാരൻ ചൌക്കീദാർ ചോർഹെ എന്ന തരത്തിലുള്ള പരാമർശം അദ്ദേഹം ആവർത്തിക്കുന്നു. അത് കോടതിക്ക് തന്നെ വ്യക്തമായിരിക്കുന്നു എന്ന തരത്തിലായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രസംഗത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് BJP MP കൂടിയായി മീനാക്ഷി ലേഖി കോടതിയെ സമീപിച്ചത്. BJPക്ക് വേണ്ടി കോടതിയെ സമീപിച്ചത്. കോടതി അലക്ഷ്യ നടപടിയാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്നുണ്ടായത് എന്ന നിരീക്ഷണമാണ് BJP നടത്തിയത്. അതിന്റെ ഫലമായി തന്നെ കോടതിയെ തന്നെ ഇക്കാര്യത്തെ ചലഞ്ച് ചെയ്യാമെന്ന തരത്തിൽ, കോടതിയെ തന്നെ നിയമപരമായി ഇതിനെ നേരിടാമെന്ന തരത്തിൽ തന്നെയാണ് BJP മുന്നോട്ട് പോയത്. അതിന്റെ ഭാഗമായിട്ടായിരുന്നു കോടതി അലക്ഷ്യ ഹർജി നൽകിയത്. ഈ ഹർജിയിന്മേലാണ് ഇപ്പോൾ കോടതി രാഹുൽ ഗാന്ധിയുടെ വിശദീകരണം തേടിയിട്ടുള്ളത്. രാഹുൽ ഗാന്ധി ഏത് തരത്തിലുള്ള പ്രസ്താവനയാണ് നടത്തിയത് എന്ന തരത്തിൽ കൃത്യമായ വിശദീകരണവും മറുപടി നൽകണമെന്നുള്ളതാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായ നിരീക്ഷണം. പ്രത്യേകിച്ച് കോടതി വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യം, ഈ ഇടപാടുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ മോഷണം നടന്നുവെന്നോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ കുറ്റക്കാരാണ് എന്ന തരത്തിലോ ഒരു പരാമർശവും കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്, പുനഃപരിശോധനാ ഹർജികൾ പരിഗണിക്കുമ്പോൾ അതോടൊപ്പം പ്രധാനപ്പെട്ട 3 രേഖകൾ, അതായത് ദ ഹിന്ദു പത്രത്തിൽ ഉൾപ്പെടെ വന്ന രേഖകൾ പരിഗണിക്കാം എന്ന് മാത്രമാണ്. ഇത് വിവരങ്ങൾക്ക് രാഹുൽ ഗാന്ധിക്ക് സുപ്രീം കോടതി നോട്ടീസ് അയച്ചിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിനെതിരെ തങ്ങൾ വിധിയുടെ ഭാഗമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഏത് സാഹചര്യത്തിലാണ് ഇവരുന്നയിക്കുന്ന BJP ആക്ഷേപിക്കുന്ന കാര്യം താങ്കൾ പറയാനിടയായത് എന്ന് വിശദീകരിക്കണമെന്ന് രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്.